ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, മതവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ മതതീവ്രവാദിയാക്കാൻ ശ്രമിക്കരുത്, അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുന്നവളാക്കാൻ ശ്രമിക്കരുത്, അല്ലെങ്കിൽ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നവളാക്കി ശ്രമിക്കരുത്. ഒരു മതത്തിലുള്ള ആൾക്കാരെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഉയർത്തുകയും മറ്റൊരു മതത്തെ താഴ്ത്തി കിട്ടുന്നവളായിട്ടും ദൈവത്തെ ഓർത്ത് അങ്ങനെ ഒന്നും വിചാരിക്കരുത്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഈ പറയുന്ന എല്ലാം ദൈവത്തിൻ്റെ സങ്കല്പമാണ്, അല്ലെങ്കിൽ എല്ലാം ഒന്ന് തന്നെയെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിലുപരി ഏത് മതത്തിൽ ജനിച്ചവരായാലും എല്ലാവരും മനുഷ്യരാണ്. ആർക്ക് എന്ത് അപകടം പറ്റിയാലും വരുന്ന രക്തത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ചുവപ്പ് തന്നെയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാലും, ഏറ്റവും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഏത് മതവിഭാഗത്തിൽ പെട്ടതായാലും ഒന്നീ കത്തിച്ചു കളയും, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കുഴിച്ചുമൂടി കൃമികൾക്ക് ഭക്ഷണമായി തീരും എന്ന അർത്ഥത്തിൽ മനുഷ്യനെന്നുള്ളൊരു സംഭവത്തിലൂടെ മാത്രം എല്ലാം ദൈവ സൃഷ്ടി എന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ലത് ചെയ്താൽ ദൈവം നല്ലത് വരുത്തും, തിന്മ ചെയ്തു കഴിഞ്ഞാൽ ദൈവം അതിനനുസരിച്ച് തന്നെ ശിക്ഷിക്കും എന്ന് വിശ്വസിക്കുന്നതിലൂടെ മാത്രം എല്ലാത്തിനെയും കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി വീഡിയോ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കാണാത്ത ആൾക്കാർ, ഫ്ലവേഴ്സിലെ കാണാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. അതിനകത്ത് നമ്മൾ കുഞ്ഞിലേ തൊട്ട് കണ്ടുവന്ന ഒരു കേശു എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. അവൻ്റെ യഥാർത്ഥ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, സത്യമായിട്ടും അറിയത്തില്ല. കാരണം അത് ഞാൻ കാണുന്ന വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവനെ കുഞ്ഞിലേ തൊട്ട് കണ്ടതുകൊണ്ട് തന്നെ കേശു 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 അത് ഓൾറെഡി ചില നമ്മൾ സിനിമകൾ കാണുന്ന സമയത്ത് ചില ക്യാരക്ടേഴ്സിൻ്റെ പേര് നമ്മൾ അങ്ങനെ അങ്ങ് ഇതായിപ്പോത്തില്ലേ. പാഷാണ ഷാജി എന്ന് പറയുന്നൊരു സംഭവം വരത്തില്ല, അതേ സെയിം സാധനം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമുക്കത് ഭയങ്കരമായിട്ട് അങ്ങ് അടി ഉറച്ചു പോയതാണ് നമ്മുടെ ഉള്ളിൽ. അവൻ്റെ യഥാർത്ഥ പേര് ഞാൻ ഇന്ന് നോക്കിയപ്പോഴാണ് അൽസാബിത്ത് എന്നെന്തോ ആണ്. അപ്പോൾ അവൻ്റെ ഏതോ ഒരു ടൂറിനോ എന്തോ അമ്മയെ കൊണ്ടൊക്കെ പോയ ഒരു സംഭവം പോയ സമയത്ത് ആ അമ്മ തലയിൽ തുണി ഇട്ടിട്ടില്ല, അതിനെന്തോ സംഭവം എന്ന് എനിക്കറിയില്ല, തുണി ഉപയോഗിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ അമ്മ വേറൊരു തരത്തിലേക്ക്, മതത്തിനെ വിശ്വസിക്കാത്ത അങ്ങനെ ഒരു തരത്തിലേക്ക് വളച്ചൊടിക്കപ്പെടുന്നു. ഇനി കേശു അമ്മ എന്ന് അഭിസംബോധന ചെയ്തു അവനെ പ്രസവിച്ച ആ രക്ഷിതാവായിട്ടുള്ള, അല്ലെങ്കിൽ ഉമ്മയെ അമ്മ എന്ന് വിളിച്ചു. ഇതാണ് ആ പയ്യനിൽ കണ്ട തെറ്റുകുറ്റം എന്ന് പറയുന്നത്. എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുവാണ്, മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുവാണ്. സത്യത്തിൽ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനെയും പേടിച്ച് വേണം സംസാരിക്കാൻ. നമ്മുടെ ഉള്ളിൽ പോലും നമ്മൾ ചിന്തിക്കുകയോ മനസ്സുകൊണ്ട് ഒരിക്കലും ചിന്തിക്കുകയോ ഒന്നും ചെയ്യാത്ത കാര്യങ്ങളെ വളച്ചൊടിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടർ കൃത്യമായിട്ട് ഇവിടെ തക്കം പാത്തിരിപ്പുണ്ട്, തമ്മി തല്ലിക്കാൻ വേണ്ടി. അതുകൊണ്ട് പേടിയാണ് ഓരോ വാക്കും പറയാൻ വേണ്ടിയിട്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ആ അമ്മ, ആ അച്ഛൻ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എൻ്റെ അടുത്തിരുന്ന സഹോദരങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്, അത് മുസ്ലിം പെട്ട ആൾക്കാരുണ്ട്, ഈ പറഞ്ഞ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഇങ്ങനെ തന്നെയാണ് പഠിച്ചു വന്നത്. എൻ്റെ സുഹൃത്തുക്കൾ ആരും കയറി അവിടെ പറയുന്നത് കേട്ടില്ല, ഇത് ഹിന്ദുവിൽ പറഞ്ഞു വെച്ചാണല്ലോ, ഇത് ഹിന്ദുക്കളാണല്ലോ അമ്മ എന്ന് വിളിക്കുന്നത്, അച്ഛൻ എന്ന് വിളിക്കുന്നത്, എന്തിനാണ് ഞങ്ങളെ ഇത് പഠിപ്പിക്കുന്നതെന്ന് ഇതുവരെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരാൾക്കാരും പറയുന്നത് ഞാൻ കേട്ടില്ല. പക്ഷേ ഇന്ന് കുറച്ചധികം ആൾക്കാർ ഇത്തരത്തിൽ സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്ത് വല്ലാത്ത വേദന ഉണ്ടാവുകയാണ്. എന്തിനും ഏതൊരു ചെറിയ വാക്ക് പറയുമ്പം പോലും അതിലേക്ക് എന്തിനാണ് ഈ മതത്തിനെ കൂട്ടുപിടിക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അതായത് അവൻ്റെ പ്രസവിച്ച ആ ഒരു സ്ത്രീ ആയിട്ടുള്ള വ്യക്തിയെ അമ്മ എന്ന് പറയാൻ തോന്നിയതിൽ എന്ത് തെറ്റാണ് തോന്നിയതെന്ന് വെച്ചാൽ, ഒരു സർവ്വനാമമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മലയാളത്തിലൊരു പദമാണ് അമ്മ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ച് അത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, തെറ്റാണെങ്കിൽ വന്ന് തിരുത്തുക. ഞാൻ എല്ലാ വീഡിയോക്കകത്തും പറയുന്നത് കണക്ക് നമുക്ക് വായിച്ചറിയുന്ന അറിവുകളാണ്, പറഞ്ഞറിയുന്ന അറിവുകളാണ്. അതിൽ തെറ്റ് പറ്റുക, നമ്മൾ മനുഷ്യരാണ്, തെറ്റ് പറ്റി കഴിഞ്ഞാൽ മാപ്പ് ചോദിക്കുന്ന കാര്യമാണ്. ഏതോ ഭാഗത്ത്, പാലക്കാട് ഭാഗത്തൊക്കെ ഈ മുസ്ലിം സമുദായത്തിൽ പിറന്ന, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ പല വിഭാഗങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു. ഒരു കമൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അതിൽ റാവുത്തറെന്നോ അങ്ങനെ എന്തോ ഒരു പറയുന്ന ഒരു വിഭാഗം ഉണ്ട്. അപ്പോൾ അതിനകത്ത് അമ്മ എന്ന് തന്നെയാണ് പാലക്കാട് മിക്കവരും വിളിക്കുന്നതെന്ന് പറഞ്ഞ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിലാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് എന്തിനാണ് എൻ്റെ സുഹൃത്തുക്കളുടെ അമ്മമാരെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ഇതിൽ പെട്ടതാണെങ്കിൽ, കമ്മ്യൂണിറ്റി പെട്ടതാണെങ്കിൽ ഞാൻ ഉമ്മാന്ന് വിളിക്കാറുണ്ട്, പാപ്പാന്ന് വിളിക്കാറുണ്ട്. ഇത് പറഞ്ഞ സമയത്താണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മനാഫിക്കായിട്ട് ബന്ധപ്പെട്ട. മനാഫ് എന്ന് പറയുന്ന വ്യക്തി ആർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ എന്നെക്കഴിഞ്ഞ് മുതിർന്നതായിട്ടുണ്ട്, ബഹുമാനപൂർവ്വം ഞാൻ മനാഫിക്ക എന്നൊരു പദപ്രയോഗം നടത്തി. അപ്പം ഞാൻ പൊട്ട് തൊട്ടിട്ടുണ്ട്, ഞാൻ ഹിന്ദു എന്ന് പറയുന്ന സമുദായത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ആണല്ലോ, ഇവിടെ അങ്ങനെ ആണല്ലോ, നമ്മൾ എന്തിലെങ്കിലും ഒരു സമുദായത്തിലാണല്ലോ ജനിച്ചു വീഴുന്നത് ായിട്ട് എഴുതപ്പെടുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്, ആ വിശ്വാസം അനുസരിച്ചാണ് പിന്നീട് നമ്മൾ പോകുന്നത്. പിന്നെ പറയുന്ന എന്നെ പഠിപ്പിച്ച, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ
ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജനിക്കുന്ന സമയത്ത് ആ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങളിലൂടെ. ആ വിശ്വാസങ്ങളെ നമ്മൾ ഈ പറയുന്ന എത്രത്തോളം ശക്തമായിട്ട് കൂട്ടിപ്പിടിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു, നമ്മൾ അതിനെ ബഹുമാനിക്കുന്നു, അതുപോലെ തന്നെ മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാരെ ആ മതത്തെയും അതുപോലെ കാണണം, അതുപോലെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള എനിക്ക് ഇതിലേക്ക് മറ്റൊരു തരത്തിലുള്ള വർഗീയതയെ കൂട്ടുപിടിക്കുന്ന ആൾക്കാരെ കാണുന്ന സമയത്ത് ഉറപ്പായിട്ടും പ്രതികരിക്കാൻ തോന്നുന്നുണ്ട്. പ്രതികരിക്കുന്ന ശേഷി എല്ലാവർക്കും വേണ്ടുള്ളതാണ്. കാരണം നമ്മുടെ നാടെന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ഫീലാണ് നാടെന്നൊക്കെ പറയുന്നത്. ആ നാടിനോട് വല്ലാത്തൊരു ഫീൽ ഉണ്ടാവുന്നത് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കുണ്ടത് കൃത്യമായിട്ട്. എൻ്റെ നാടിനെക്കുറിച്ച് വല്ലാത്ത അഭിമാന ബോധമുള്ള ഒരാളാണ് ഞാനെന്ന് പറയുന്നത്. അത് പല സമയത്തും എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കണം എന്നൊക്കെ തോന്നിയത് കൊറോണ കാലത്തൊക്കെയാണ്. കാരണം എന്തെങ്കിലും ഒരു അപകടം പറ്റുന്ന സമയത്ത് അതിനിടയിൽ വെച്ച് എന്ത് തരത്തിൽ മാറി നിന്ന് കഴിഞ്ഞാൽ പോലും എല്ലാ മനുഷ്യരും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഒന്നിക്കുന്നത് കാണാൻ പറ്റും. അതിനെ തന്നെയാണ് ഐക്യം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുന്നത്. മറ്റൊരു തരത്തിലേക്ക് പറഞ്ഞ് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പോൾ ചെറിയൊരു ഒരു കുട്ടി പറഞ്ഞ വാക്കിനെ പോലും എടുത്ത് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ നമുക്ക് മതത്തിനോട് ബഹുമാനമാവാം, സ്നേഹമാകാം, ഭക്തിയാകാം, പക്ഷെ മതഭ്രാന്താകാൻ പാടില്ല. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് നാടിന് ആപത്ത് തന്നെയാണ്, സ്വയം ആപത്ത് തന്നെയാണ്, മറ്റുള്ളവർക്കും ആപത്ത് തന്നെയാണ്. അങ്ങനെ പോകാൻ പാടില്ല. ഒരേ മതസ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആൾക്കാർ, മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന മിക്കയിടത്തും അങ്ങനത്തെ ഉള്ള സ്ഥാപനങ്ങളുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. എല്ലാവരും എല്ലായിടത്തും പോകുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. മിക്കയിടത്തുനിന്നും മതത്തിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഹിന്ദുവിലും നടക്കുന്നുണ്ട്, മുസ്ലിമിലും നടക്കുന്നുണ്ട്, ക്രിസ്ത്യനിലും നടക്കുന്നുണ്ട്. ഈ എല്ലാ കൂട്ടരും ആ സമുദായത്തിൽപ്പെട്ടവരെല്ലാം അവിടെ പോയി പഠിക്കുന്നുണ്ടെങ്കിലും ചിലരൊക്കെ ഒരേ പഠനം പഠിച്ചിട്ട് പോലും രണ്ട് വീക്ഷണകോണിലൂടെ നടക്കുന്ന ആൾക്കാരുണ്ട്. നേരെ ഉള്ളതിലൂടെയും തെറ്റായിലൂടെയും നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് അവരുടെ കൾച്ചറാണ്. അല്ല മതം പഠിക്കുന്നത് കൊണ്ടുള്ള, അല്ലെങ്കിൽ മതത്തിൽ അത് പഠിപ്പിക്കുന്നതല്ല. അവരവരുടെ വ്യക്തിബോധവും അവരവരുടെ സംസ്കാരവും അവരവർക്ക് ഉണ്ടാകുന്ന ബോധവും അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യത്തെയും കാണുന്നതും എടുക്കുന്നതും നമ്മുടെ ഉള്ളിൽ വ്യൂ പോയിന്റ് ഉണ്ടാകുന്നതും. അത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അല്ലാതെ അവരൊരു സമുദായത്തിൽ ജനിച്ചത് കൊണ്ടോ അവരങ്ങനെ ആയതുകൊണ്ടോ എന്ന് ആ സമുദായത്തെ ആക്ഷേപിക്കുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് ഒരു കൂട്ടർ ഹിന്ദുക്കളായിട്ട് ആ ഒരു ഐഡിയയിലാണ് ഞാൻ കണ്ടത്, ആ പേരാണ് ഞാൻ കണ്ടത്. വന്നിട്ട് നീ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവളാണല്ലേടി, എന്തൊക്കെയോ എനിക്ക് പറയാൻ കൊള്ളാത്ത വൃത്തിത്തരത്തിലുള്ള കുറേ വാക്കുകൾ പ്രയോഗിച്ചു. ആ കമൻറ്റ് ഞാൻ ഹിഡൻ കൊടുക്കുകയാണ് ചെയ്തത്. അതിന് മറുപടി കൊടുക്കാൻ എനിക്കിഷ്ടമല്ല. കാരണം എനിക്ക് ആ ലാംഗ്വേജിലേക്ക്, ആ കൾച്ചറിലേക്ക് തരം താഴാനുള്ള മനോഭാവം എനിക്കില്ല. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ, എനിക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത കാഴ്ചകളെ ഞാൻ മാറ്റി നിർത്തും. അല്ലെങ്കിൽ അവിടെ നിന്ന് ഞാൻ സ്വയം മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ പഠിച്ച സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ കണ്ടറിഞ്ഞ സാഹചര്യങ്ങൾ, ഞാൻ വളർന്ന സാഹചര്യങ്ങൾ ഇത്തരത്തിലുള്ള വൃത്തികെട്ട രീതിക്ക് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ അനുകൂലിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അവരുള്ളിലെ ആ ഒരു വർഗീയത എന്നിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും എന്നെ കല്ലെറിയുന്നതാണ്. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളെ ഇനി ഏത് സമുദായത്തിൽപ്പെട്ട ആൾക്കാരായാലും തെറ്റായി വ്യാഖ്യാനിച്ചാൽ അതിനെതിരെ ഞാൻ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത്. മറ്റൊരു സമുദായത്തെ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ സമുദായത്തെ അല്ലെങ്കിൽ ഞാൻ ജനിച്ച ആ സമുദായത്തെ ഞാൻ എത്രത്തോളം ബഹുമാനിക്കുന്നോ വിശ്വസിക്കുന്നോ അതുപോലെ തന്നെ മറ്റെല്ലാ കമ്മ്യൂണിറ്റികളെയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അതിൽ ജനിച്ചവരെല്ലാം എന്നെപ്പോലെ മനുഷ്യർ തന്നെയാണെന്ന് വിശ്വസിക്കുകയും ആ ഒരു ആശയത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന മനോഭാവമുള്ളൊരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത്. അപ്പം അതിൽ എനിക്ക് തെറ്റായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. എൻ്റെ സഹോദരങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ സഹോദരിയോ കൂടപ്പിറപ്പായിട്ട് വരുന്നവൾ തന്നെയാണ് ഞാനെന്ന് പറയുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇനി ഈ കേശു എന്ന് പറയുന്ന ആ കുട്ടിയെ ഇത്രയും വൃത്തികെട്ട രീതിക്ക്, അല്ലെങ്കിൽ പറയാൻ അവന് ബോധമില്ല എന്നൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തികളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങളൊക്കെ അവൻ്റെ പ്രായത്തിൽ എന്ത് ചെയ്തു? ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആരെങ്കിലും ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വന്ന് തെറി വിളിക്കുന്നതിലപ്പുറത്തേക്ക്, വൃത്തികെട്ട വാക്കുകൾ ഉച്ചരിക്കുന്നതിലപ്പുറത്തേക്ക് എന്ത് നേടി? അവൻ്റെ 12ഓ 14ഓ വയസ്സിൽ അവൻ്റെ വാപ്പയോ, അങ്ങനെയാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ അതിനെടുത്ത് മാറ്റണ്ടല്ലോ, അതിന് മുതിർന്ന് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അവൻ്റെ രക്ഷിതാവ് ഇട്ടിട്ട് പോവുക, അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് ആ അമ്മയെയും ആ കുടുംബത്തെയും രക്ഷിച്ച് കൊണ്ടുവന്ന് കടം വീട്ടി അത്രയും തൻ്റെ ഇടത്തോടെ നിന്ന ആണൊരുത്തനാണ് അവൻ.
കുഞ്ഞിലേ തന്നെ ആണൊരുത്തനായി തീർന്ന ഒരു പയ്യനാണ് അവൻ. അവൻ്റെ മുന്നിൽ നിൽക്കാനുള്ള ശേഷി പോലും ഈ കമൻ്റ് ഇട്ടവന്മാർക്ക് ഇല്ലെന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മുന്നിൽ അവനാണ് ഏറ്റവും വലിയവനെന്ന് പറയുന്നത്. കാരണം സ്വന്തം അമ്മയെ അല്ലെങ്കിൽ സ്വന്തം ഉമ്മയെ അല്ലെങ്കിൽ പ്രസവിച്ച സ്ത്രീയെ കുഞ്ഞിലേ മുതൽ ചേർത്ത് പിടിച്ച് അവരുടെ കണ്ണീരൊപ്പിയവനെ ഒരു ദൈവവും വെറുക്കില്ല, ഒരു ദൈവവും തള്ളി പറയില്ല. അതേസമയം ഒരു പരിചയവുമില്ലാത്ത അന്യ സ്ത്രീകളെ ആരും ആയിക്കോട്ടെ വൃത്തികേട് പറയുന്ന, അവരെ അടിച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കൃത്യമായിട്ട് ദൈവം നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ്, ഈ പറയുന്ന ഇഹലോകവും പരലോകവും എന്ന് പറയുന്ന വിശ്വാസം. ഈ ഇഹലോകത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ, പുണ്യ പാപങ്ങളുടെ ഫലങ്ങൾ പരലോകത്ത് കൃത്യമായി കണക്കുകൾ വെച്ച് അനുഭവിക്കേണ്ടി വരും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ അനുഭവിച്ചില്ലെങ്കിലും മറ്റൊരു തരത്തിൽ കൂടി ഞാൻ ചിന്തിക്കുന്നുണ്ട്, പോകുന്നതിന് മുന്നേ ഇവിടെ തന്നെ കണക്ക് പറഞ്ഞിട്ട് പോകേണ്ടി വരും ഉറപ്പായിട്ട്. നമ്മൾ ഒരാളെ അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കുകയാണെങ്കിൽ ആ ദ്രോഹം കർമ്മ ബൂമറാങ് പോലെ തിരിച്ചടിച്ച് നമ്മളിലേക്ക് വരും എന്നുള്ള വിശ്വാസത്തിലൂടെ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സുഖമാണ് ഈ കിട്ടുന്ന വർഗീയത തുപ്പുന്ന സമയത്ത് ഒരു പദത്തെ ഇങ്ങനെ അധികം ഭയങ്കരമായിട്ട് ലജ്ജാവഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള ഹ്യൂമാനിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളത്. അല്ലാതെ അതിലേക്ക് ഈ പറഞ്ഞ മതത്തെ കൂട്ടിക്കൊണ്ടു അതിലേക്ക് കമ്മ്യൂണിറ്റി എന്താണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വയലൻസ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നു. സത്യത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു വിലയില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും പഠിപ്പുള്ള ആൾക്കാരിലേക്കാണ് ഇത്രയും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുന്നതെന്ന് ആലോചിക്കുന്ന സമയത്ത് എവിടെ പോയി നിൽക്കുമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടാത്തൊരു കാര്യമാണ്. അമ്മാന്ന് വിളിച്ചോട്ടെ, ഉമ്മാന്ന് വിളിച്ചോട്ടെ, അച്ഛനെന്ന് വിളിച്ചോട്ടെ, വാപ്പാന്ന് വിളിച്ചോട്ടെ, എല്ലാത്തിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ജന്മം നൽകിയവൻ അല്ലെങ്കിൽ ജന്മം നൽകിയവൾ. ആ കൊടുക്കേണ്ട ബഹുമാനം കൊടുത്താൽ പോരെ, അവരെ നല്ലതുപോലെ നോക്കിയാൽ പോരെ, ഈ പറയുന്ന വഴിയിൽ എറിയാതിരുന്നാൽ പോരെ. ഇനി നമ്മുടെ ഉമ്മയെയും ബാപ്പയെയും നമ്മുടെ അമ്മയെയും അച്ഛനെയും നമ്മൾ ബഹുമാനിക്കുന്നത് പോലെ മറ്റൊരാൾ എന്തെങ്കിലും തെറ്റുകുറ്റം ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പലരും പോയി അവരുടെ അമ്മയും അച്ഛനെയും പറയുന്നത്. അതാണ് ഏറ്റവും സംസ്കാരശൂന്യരായിട്ടുള്ള ആൾക്കാരെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഒരാൾ തെറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ അവരുടെ അമ്മയ്ക്കും അച്ഛനും ഒരു പങ്കും കാണില്ല. അത് അവരുടെ സ്വഭാവമാണ്, അവർ വ്യക്തിഗതമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട സമയത്ത് പ്രതികരിക്കണമെന്ന് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മതം കൂട്ടിക്കലർത്തി എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞാനിതൊക്കെ ഇവിടെ വന്ന് സംസാരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു അധ്യാപിക ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരാളെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. 7 വർഷക്കാലമായിട്ട് കുട്ടികൾക്ക് എൻ്റെ അറിവുകൾ, പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരാളെങ്കിലും വന്ന് കേൾക്കുകയാണെങ്കിൽ, ഒരാൾക്കെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതെൻ്റെ ഏറ്റവും വലിയ ഈ ഒരു ജന്മത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമായിട്ട് കരുതുന്ന ഒരാളാണ്. നമ്മൾ ചുമ്മാ ജനിച്ച് വീണ് കുറേയൊക്കെ തിന്ന് എവിടേക്കോ പോയി മരിച്ചു പോകുന്നതിനേക്കാൾ നല്ല നമ്മളെക്കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായി, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ അതാണ് വേണ്ടതെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഇതിൽ വന്നിട്ട് എന്ത് വൃത്തികെട്ട രീതിക്ക് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യില്ല. കാരണം അങ്ങനെയുള്ളവർക്ക് സംസാരിക്കാനോ അങ്ങനെയുള്ളവരുടെ മുഖം കാണാനോ ആ സൗണ്ട് കേൾക്കാനോ പോലും ആഗ്രഹിക്കാത്ത വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങൾ തോറ്റു പോവുകയുള്ളൂ. ഇനി അങ്ങനെ വൃത്തികേട് പറയാൻ വരുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് കൂടി പറയുകയാണ്, നിങ്ങളിടുന്ന കമൻറ്റുകൾ കൂടുതൽ എന്നെ വീഡിയോ കൂടുതൽ റീച്ചിലേക്ക് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഞാൻ തന്നെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്നെ താഴ്ത്തി കെട്ടണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം എൻ്റെ വീഡിയോ എങ്ങും എത്തില്ല. കൂടുതൽ കമൻറ്റുകൾ ബാക്കി കാര്യങ്ങൾ വരുന്ന സമയത്താണ് കൂടുതലിലേക്ക് എത്തിക്കുന്നത്, എനിക്ക് റവന്യൂ കിട്ടുന്നത്. അത് മനസ്സിലാക്കുക. എന്നെ ചീത്ത വിളിക്കുന്ന ഒരാൾക്കും എനിക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞത് അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ.